ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അവർക്കും വീടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് കുറച്ച് വലിയ വീഡിയോ ഇടുന്നത്. ഇത് കുറച്ച് വലുതല്ല, കുറച്ച് ചെറിയ വീഡിയോ ആണ്. 2 ദിവസം മുന്നേ നമ്മൾ കസിൻ്റെ വണ്ടിയുമ്പോൾ സ്ക്രാച്ചായി, ഫോർച്യൂണറിൻ്റെ ഫ്രണ്ടിൽ സ്ക്രാച്ചായ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ഒരു ടൊയോട്ടൻ്റെ ഷോറൂം കാണും. പാലക്കാടുള്ള മുണ്ടൂരിലെ ഷോറൂമാണ്. നമ്മളടുത്ത് നല്ലൊരു ഷോറൂം അതാണ്. ഗൈസ്, കയറി ചെന്നപ്പോൾ തന്നെ ടൊയോട്ട ഹൈബ്രിഡിൻ്റെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരാഗ്രഹം ഇതൊന്ന് വർക്കാക്കി നോക്കണം, ഹൈബ്രിഡ് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു ലെവല്. ആ ഡിസ്പ്ലേ സംഭവം ഓഫാണ്, പക്ഷെ നമ്മൾ ഓണാക്കും. വേറെ സംഭവം കാണിച്ചു തരാം. നമ്മളെ ഈ പെയിൻറ്റിങ്ങിൻ്റെ കോട്ടിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു രൂപത്തിലാണ്. ഫസ്റ്റ് തൊട്ടുള്ള പെയിൻറ്റ് റിമൂവ് ചെയ്തിട്ട് അടിക്കണതിൻ്റെ ഒരു പാറ്റേൺ ഈ കൊടുത്തുള്ളത്. കയറി ചെന്ന പാടെ തന്നെ നമ്മളെ എൻട്രൻസ് കഴിഞ്ഞിട്ട് അടുത്ത ഗേറ്റിൽ നമ്മളൊരു ക്യാമറ എടുക്കുന്നുണ്ട്. കിടിലം വണ്ടി. കുറച്ച് നേരം കണ്ടു നിന്നപ്പോൾ അവിടുത്തെ ചേച്ചി ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് എടുക്കാനുള്ള പ്ലാനാണെന്നൊക്കെ. സംഭവം നമ്മൾ ഫോർച്യൂണർ എന്താ പറയുക, സർവീസ് ചെയ്യാൻ വന്നതൊക്കെയാണ്. പക്ഷേ അത് കസിൻ്റെ വണ്ടിയാണ്, നമുക്കുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മെല്ലെ അവിടെ നിന്ന് മാറി. വീണ്ടും കുത്തിക്കഴപ്പ് അധികമായി. അപ്പം നമ്മൾ വീണ്ടും ഈ ഒരു സംഭവം ഓണാക്കാനുള്ള പ്ലാനിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ താഴെ പോയുള്ള സ്വിച്ച് ഓണാക്കി. അപ്പോൾ കറണ്ട് വർക്കിങ്ങൊക്കെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതിലങ്ങനെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊരു ഡിസ്പ്ലേ ആണ്. ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അത് ഓണായിട്ട് നമ്മൾ കാർ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതിനൊരു ഡിസ്പ്ലേ ആയിരിക്കാം മേ ബി. അതിൽ ബ്രേക്കിംഗ്, റിവേഴ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനെല്ലാതെയും ഓണാക്കി വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടു നോക്കിക്കോളെ. അതായത് ഈ ഒരു ഹൈബ്രിഡ് കാറിൻ്റെ ഇലക്ട്രിക് മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡിസ്പ്ലേ ആണ് സംഭവം. ആക്സിലറേഷനും അതേപോലെ തന്നെ എന്താ പറയുക, റിവേഴ്സ്, ബ്രേക്കിങ്, എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാ ഓപ്ഷനിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെറുതെ അപ്പുറത്ത് എല്ലാവരും കാണാൻ വേണ്ടി ഷോ ഓഫ് നടത്തിയിട്ടുണ്ട്. വലിയ കാര്യങ്ങളൊന്നും ഇതിലില്ല, വെറുതെ ജസ്റ്റ് ഒരു റിപ്ലൈ ആണ്. കണ്ടപ്പോൾ ഒരു കൗതുകത്തിൽ നമ്മളതുമ്മേ ഒന്ന് ഞെക്കി പിടിച്ച് കളിച്ചെന്നുള്ളൂ. ഇവൻ വിചാരിച്ചിരുന്നത് ഒരു ടോയ് കാർ പോലെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ആട്ട് കേൾക്കണ വരെ പിടിച്ച് നിൽക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിലുള്ളൂ. ഈ ഒരു ഹൈബ്രിഡ് കാറിൻ്റെ ഒരു ഇൻറ്റീരിയർ പാർട്ടാണ്, പോർഷനാണ്. അപ്പോൾ ഉള്ളിൽ എന്തൊക്കെ നടക്കണം എന്നുള്ളത് ഒരു ലൈറ്റ്നിങ് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട രൂപത്തിൽ ഒരു ഡിസ്പ്ലേ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ആ ഒരു ഹൈബ്രിഡ് ഡിസ്പ്ലേ അത്രയ്ക്കേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. പിന്നെ സ്പോർട്സ് മേഖലയിൽ ഞാനൊരു അനുഗ്രഹീത കലാകാരനായതുകൊണ്ട് ഞാനിതൊന്ന് ട്രൈ നോക്കി. ഏറ്റവും മൂലക്ക് വെച്ച് 3 പക്ഷെ വീണില്ല, അതും ഫോൾട്ടായി. ഇവിടെ വെയിറ്റിംഗ് റൂമിൽ നിന്ന് ബോറടിച്ച് നമുക്ക് ഇവിടെ ഇരുന്നാൽ തന്നെ കാണാം കാറപ്പുറത്ത് സർവീസിനും കാര്യങ്ങളൊക്കെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും ശ്രദ്ധിച്ചാണ് കൂടുതൽ ആൾക്കാരും 50 എബോവ് ആണ് ഇതിൻ്റെ ഓണേഴ്സൊക്കെ. എന്താണെന്നോ ടൊയോട്ട എടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് തോന്നുന്നു. ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ചെന്നല്ലേ, ഏകദേശം അതിൽ 17,000 കൊടുത്തിട്ടുണ്ട്. ഞാനതും വിചാരിച്ചിട്ടാണ് നിങ്ങളോട് ഇന്നലത്തെ വീഡിയോയിൽ, മിന്നാമത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞത് 17,000 രൂപയുണ്ട്. പക്ഷേ അതൊരു ഫേക്ക് GST ബില്ലാണ് തോന്നുന്നു. മേ ബി ടോട്ടൽ ബില്ല് ആകെ 8,000 സംതിങ് ആയുള്ളൂ. അതിൽ നമ്മൾ കാർ ഇങ്ങോട്ടൊന്ന് സ്ക്രാച്ച് ചെയ്തതാണ്, ഒരാൾ കൊണ്ടുവന്ന് തട്ടിച്ചാണ്. അത് അയാൾ ഏകദേശം 7,000 രൂപ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ഒരു 1,500 രൂപ മാത്രമാണ് പൊട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് ആഫ്റ്റർ ലുക്ക്. നല്ല കിടിലൻ ലുക്കിൽ തന്നെ ഉള്ളത്. അപ്പോൾ ബിഫോർ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല, എന്നിട്ട് ആഫ്റ്റർ ലുക്കിനെ കുറിച്ച് പറയില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ആ സ്ക്രാച്ച് വരുന്ന ഭാഗം. ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ആയിട്ടുള്ളൂ. പക്ഷേ ഏകദേശം ടൊയോട്ടൻ്റെ ഷോറൂമിൽ അത് റിക്കവർ ആക്കി എടുത്തപ്പോഴേക്കും ഒരു 8,000 സംതിങ് ആയി. പിന്നെ കമ്പനിയിൽ നിന്ന് തന്നെ സർവീസ് ചെയ്ത നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ്റ് അവർ അപ്ലൈ ചെയ്യും. അതുകൊണ്ട് നമ്മൾ കമ്പനിക്ക് തന്നെ കൊണ്ടുവന്ന് പുതിയ വണ്ടി ആയതുകൊണ്ടും, പിന്നെ ഇതുവരെ നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ മേലെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. റോഷോ ഡീറ്റെയിലിംഗ് ഷോറൂമിൽ നിന്ന് ഫുള്ളായിട്ട് ഈ ഒരു വാഹനം സെറാമിക് കോട്ടിങ് അടിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ നല്ല തിളങ്ങിയിരിക്കുന്ന വാഹനത്തിൻ്റെ മേലെ ആ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ആ ഒരു ബമ്പർ സൈഡിൽ സ്ക്രാച്ച് ആയപ്പോൾ ആ ഒരു സ്ക്രാച്ച് കൊണ്ടുകൊടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ റിമൂവ് ചെയ്തു. അപ്പോൾ ഗൈസ്, ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഒരു വിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വ്ളോഗായിട്ട് റിവ്യൂ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, അത് കാണാത്തൊരു നമ്മൾ ഈ ഒരു ഫോർച്യൂണറിൻ്റെ ഇറങ്ങിയ രജിസ്ട്രേഷൻ ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഇൻറ്റീരിയർ പാർട്ടൊക്കെ ഫുള്ള് മറ്റേ ലെക്സസിൻ്റെ പോലത്തെ ആ ഒരു ടൈപ്പ് ലെതർ കോട്ടിംഗ് ഉള്ള സീറ്റ് കവറൊക്കെയാണ്. ഇത് ആൾറെഡി കമ്പനി സീറ്റ് കവറാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമ്മളുള്ളത് ഇപ്പം മുണ്ടൂരാണ്. ഇപ്പം നമ്മൾ ഏകദേശം ഒറ്റപ്പാലം സൈഡാണ് നമ്മൾ പോകേണ്ട പ്ലേസ്, നമ്മളെ നാട്ടിലേക്ക്. സംഭവം ഇവിടുന്ന് നമ്മൾ പാലക്കാട് ജില്ലയ്ക്കാണ്. പക്ഷേ പാലക്കാടിൻ്റെ ഒരു അറ്റത്താണ് നമ്മളിവിടെ. ഏകദേശം ഇവിടുന്ന് 50-55 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു 50 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാണ്ട്, ഒരു 1 hour 1.5 hour നമുക്ക് ട്രാവൽ ചെയ്യാണ്ട്. അപ്പോൾ കംഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനം അത്ര കൂടുതൽ കംഫോർട്ടുള്ളൊരു വാഹനമൊന്നും അല്ല. എനിക്ക് ഈ ഒരു 1.5 മണിക്കൂർ ഞാനൊരു വ്ളോഗ് ആഫ്റ്റർ ഈ ഒരു വീട്ടിലെത്തിയിട്ട് ഇതിന് ഓൺ വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇന്നലെ ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്ത്
നല്ല ഹൈവേ ഒക്കെയാണ്, എന്നാലും ഒരു ചെറിയ തോതിലുള്ള ജെർക്കിങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കംഫോർട്ട് അത്ര കുറവൊന്നുമല്ല. എന്നാലും ഇതിനു മുന്നേ ഈ ഒരു വാഹനത്തിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നത് ഇന്നോവ ആയിരുന്നു, പഴയ ഇന്നോവ 2.5. അപ്പോൾ ആ ഒരു ഓൾഡ് ടൈപ്പ് ഇന്നോവൻ്റെ അത്ര കംഫോർട്ട് ഈ ഒരു വാഹനത്തിനില്ല. ഒരു ഓഫ് റോഡ് വാഹനമല്ലേ, അപ്പോൾ നമ്മൾ അത്രയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇതൊരു ഷോ ഓഫാണ്. റോഡിൽ എവിടെ നിർത്തുമ്പോൾ തന്നെ നമ്മളൊരു എന്താ പറയുക, കുറച്ച് ഹൈറ്റിൽ നിന്ന് ഒരു ആനപ്പുറത്ത് നിന്ന് ഇറങ്ങുന്ന ഫീലൊക്കെയാണ്. സംഭവം നല്ല രസമാണിത്, ഓടിക്കാൻ ഭയങ്കര ഫണ്ണാണ്. പവറിൻ്റെ കാര്യത്തിൽ ഫോർച്യൂണർ ഒരു രക്ഷയില്ല. പക്ഷേ പഴയ ഇതിൻ്റെ മുന്നത്തെ വേർഷനൊക്കെ ഉണ്ടല്ലോ, ഫസ്റ്റ് ജനറേഷൻ ഫോർച്യൂണറൊക്കെ പറഞ്ഞാൽ 3.0 ഡീസലൊക്കെയാണ്. അതിൻ്റെ അത്ര പവറൊന്നുമില്ല. എന്നാൽ പോലും അടിപൊളിയാണ്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. പിന്നെ പാഡൽ ഷിഫ്റ്റ് വരുന്ന മോഡലാണ്. പാഡൽ ഷിഫ്റ്റ് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്നത് ഈ ഒരു ഫോർച്യൂണറിൻ്റെ പാഡൽ ഷിഫ്റ്റ് അത്ര നൈസായിട്ടുള്ളൊരു സംഭവമല്ല. ഒരു വാഹനത്തിൻ്റെ ലുക്കിനെ കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും കണ്ടു മറന്നതും കണ്ടു മടുത്തതുമായിട്ടുള്ളൊരു മോഡലാണ്. എന്നാലും വീണ്ടും എല്ലാവർക്കും വാങ്ങാൻ ആഗ്രഹമുള്ള ഒരു വാഹനമാണ്. ഏതൊരു സാധാരണക്കാരൻ്റെ ഒരു സ്വപ്നം തന്നെയാണ് ഒരു ഫോർച്യൂണർ എന്നുള്ളത്. പക്ഷേ എനിക്ക് ഫോർച്യൂണറിനേക്കായി ഒന്നുകൂടി ഇഷ്ടപ്പെട്ട ഒരു കാർ എന്നുള്ളത് നമ്മളെ ഫോർഡ് എൻഡോവർ ആണ്. സംഭവം ഇതേ സൈസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് ഒന്നും കൂടി ആ ഒരു ബ്ലാക്ക് ഫോർഡ് എൻഡോവറൊക്കെ കാണാൻ നല്ല പെർഫെക്റ്റ് ലുക്കുള്ള ഒരു വില്ലൻ റോളാണ് ആ ഒരു കാറിനുള്ളത്. പക്ഷേ എന്താ പറയുക, ഇന്ത്യയിൽ വലിയൊരു റോളൊന്നും ഫോർഡിന് ഇല്ലാത്തത് കൊണ്ട് കമ്പനി നിർത്തിപ്പോയി. ബട്ട് സ്റ്റിൽ ഫോർഡ് തന്നെയാണ് ബീസ്റ്റ്. ഫോർഡിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അത് നിർത്തിപ്പോയിട്ടൊന്നുമില്ല. മേ ബി ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഒരു 2-3 കൊല്ലത്തിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർഡ് ഇതുവരെ ഒഫീഷ്യലായിട്ട് എന്താ പറയുക പറഞ്ഞിട്ടൊന്നുമില്ല ഇന്ത്യയിലേക്ക് റിട്ടേൺ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇവിടെയുള്ള പ്ലാന്റേഷനും കാര്യങ്ങളൊന്നും സെയിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ചെന്നൈയിലുള്ള പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. മേ ബി ഇന്ത്യയിലേക്ക് വരാനൊരു ചാൻസ് ഉണ്ട് തോന്നുന്നു. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഓൾഡ് ഫോർഡ് ഫിഗോ കാറൊക്കെ ഭയങ്കര ഹാൻഡ്ലിംഗ് ഉള്ള കാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോർച്യൂണറിനെ വെച്ചിട്ട് ഈ ഫോർഡ് എൻഡോവറിനെ കമ്പയർ ചെയ്യല്ല. രണ്ടും 2 സെഗ്മെൻറ്റിൽ കിടക്കുന്ന വാഹനങ്ങളാണ്. മേ ബി ഒരു പ്രൈസ് റേഞ്ച് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടും ഏകദേശം ഒരേ പ്രൈസിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ മലയാളികളല്ലേ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ളത് നമ്മൾ ഈ ഒരു ഫോർച്യൂണറിൻ്റെ മൈലേജിനെ കുറിച്ചിട്ടായിരിക്കും. ഇപ്പം നമ്മൾ ഈ ഒരു ഹൈവേയിലൂടെ ഓടിച്ചു വരുമ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന മൈലേജ് ഏകദേശം 9 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒരു 8.9 കിലോമീറ്റർ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മൈലേജൊക്കെയാണ് ഇതിൽ കിട്ടാറുള്ളൂ. പിന്നെ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോയപ്പോൾ ധനുഷ്കോടി ആ റൂട്ടിനൊക്കെ പോയപ്പോൾ അന്ന് ഏകദേശം ഒരു 11-12 കിലോമീറ്റർ മൈലേജ് കിട്ടി. എനിക്ക് തോന്നുന്നത് ഈ ഒരു വാഹനം അത്ര കൂടുതൽ ഓടാറില്ല. മാസത്തിൽ 1-2 തവണ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊക്കെയാണ് ഇവിടെ നാട്ടിലെ ആൾക്കാരുണ്ടാവാറുള്ളൂ. ആ ഒരു ടൈമിൽ മാത്രമാണ് ഈ ഒരു വാഹനം ഓടാറുള്ളൂ. മേ ബി ഇത് ഡെയിലി ഓടിക്കുകയാണെങ്കിൽ കൂടുതൽ ലോങ് ഡ്രൈവിലൊക്കെ പോവുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 13-14 കിട്ടാൻ ചാൻസ് ഉണ്ട്. ചില വാഹനങ്ങളൊക്കെ 14 കിട്ടുന്നവരുണ്ട് ഓട്ടോമാറ്റിക്കലി. ഇത് മാക്സിമം നമുക്ക് കിട്ടിയുള്ളത് 12 കിലോമീറ്റർ മൈലേജ് വരെയാണ്. 14 കിട്ടാൻ ചാൻസ് ഉണ്ട്, കമ്പനി പറയുന്നുണ്ട്. കിട്ടിയവരുണ്ട് കേട്ടോ. മേ ബി ഇതിൻ്റെയും താഴെ കിട്ടിയൊരു 7-6 പോകുന്നവരുണ്ട്. അതൊക്കെ നമ്മളെ ഡ്രൈവിംഗ് അനുസരിച്ചിരിക്കും. അപ്പോൾ നല്ല ഹൈവേയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം നമുക്കൊരു 10-11 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോർച്യൂണറിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ പക്ക ഷിഫ്റ്റിംഗ് ആട്ടോ, ഒരു ഡിലേയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു ഫോർച്യൂണറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മൾ റിവ്യൂഡിലേക്ക് തന്നെ പോകണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ഇട്ടൊന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫോർച്യൂണറിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഓണേഴ്സ് ബുദ്ധിമുട്ടുന്നത് ഇതിൻ്റെ പാർക്കിംഗ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ ടൗണിൽ കൊടുത്തിട്ടാണ് ഒരു ഷോപ്പിലേക്ക് നമുക്ക് ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ മേലെ നമ്മൾ ഒരു ലൈന് മൊത്തം നോക്കി ഏകദേശം 500 മീറ്റർ 600 മീറ്റർ ഇങ്ങനെ നോക്കി. പാർക്കിങ്ങിൻ്റെ കാര്യം എവിടെയും പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ സർവീസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതേപോലെ എവിടെയോ നിർത്തിയിട്ട് ആരോ വരുതി പോയൊരു സ്ക്രാച്ചാണത്. ഇപ്പോൾ വീണ്ടും നമ്മൾ റോഡ് സൈഡിലൊക്കെ നിർത്തി സ്ക്രാച്ച് ആയിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും സർവീസ് ചെയ്തിട്ട് എത്തട്ടെ, എന്നിട്ട് അതിന് ശേഷം നമുക്ക് മേലെ എവിടെയൊക്കെ കൊണ്ടുപോയി നിർത്താം. അതുകൊണ്ട് നമ്മൾ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ചോദിച്ചിട്ട് താഴെ കൊടുന്ന് പാർക്ക് ചെയ്യാൻ നോക്കുകയാണ്. ഇവിടെയും ഏതെങ്കിലും വണ്ടി എടുക്കണമെങ്കിൽ ഈ ഒരു വാഹനം തിരിച്ച് മാറ്റി കൊടുക്കേണ്ട അവസ്ഥയാണ്. ജസ്റ്റ് ഇവിടുന്ന് ഈ നൈറ്റ് ടൈമിലൊന്നും ആരും എടുക്കില്ല എന്ന് വിചാരിക്കണം. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, സേഫാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബട്ട് ഇതിൽ വലിയ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. നമ്മളൊരു സ്ക്രാച്ചായി ആ സ്ക്രാച്ചിൻ്റെ പെയിൻറ്റ് നമ്മൾ എന്താ പറയുക ഫിനിഷിങ്ങിൽ പക്ക വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ നെക്സ്റ്റ് ടൈം. ബൈ.